ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറക, എൻട്രി ആപ്പിലെ PSC വിഭാഗത്തിലെ അക്കാദമിക് ഇന്നോവേഷൻ ഹെഡാണ്. അപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ PSCയിലെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നു. അതേപോലെ തന്നെ ഞാൻ ഒരു 2007 കാലഘട്ടം മുതലുള്ള ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിലും 2008 മുതലുള്ള ഒരു PSC അധ്യാപകൻ എന്നുള്ള രീതിയിലും 2009 മുതൽ PSCയിലൂടെ സർക്കാർ ജോലിയിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ആംഗിളിലും ഇപ്പോൾ നിങ്ങളെ എൻട്രി ആപ്പിലൂടെ ഗൈഡ് ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലുമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മൾ വിനയപൂർവ്വം PSCയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങളുമായിരിക്കും ഈ ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം ഒന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാ PSC പരീക്ഷകളും നടത്തുമ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് പ്രസിദ്ധീകരിക്കുക? മാർക്ക് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് വളരെയധികം സുതാര്യത കൂട്ടും. ഇന്ന് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പിറകിൽ പല തട്ടിപ്പുകളും ഉണ്ടോ എന്നുള്ള സംശയം ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. അത് മാറ്റാൻ PSCക്കും പറ്റും. ആ സംശയങ്ങൾ ഒഴിവായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്യോഗാർത്ഥികൾക്കും പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ പ്രിലിംസ് കൂട്ടിയത് സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല. അത് പലർക്കും തിരിച്ചറിവില്ല. പല രീതിയിലും PSCയെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയാതെ കൂട്ടിയിട്ടുണ്ട്, അത് വർദ്ധിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ മാത്രമേ ഇന്നത്തെ ഒരു ലെവലിൽ ഒരു പ്രിലിംസിൻ്റെ ആവശ്യമുള്ളൂ. അതേസമയം ഈ LGS പോലെയുള്ള പരീക്ഷയ്ക്ക് എന്തിനാ പ്രിലിംസ് എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ചോദ്യം. പക്ഷേ PSC അത് നടത്തുന്നതിനൊരു അവർക്കുള്ള ന്യായീകരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ അപേക്ഷകരുണ്ടാവും, അതുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്കൊക്കെ പ്രിലിംസ്, മെയിൻസ് എന്നുള്ളതൊക്കെ എന്താണ്, വെറും അനാവശ്യമാണ്. അതിനുള്ള മാറ്റം വരുത്തേണ്ടതെന്നുള്ള ഞാൻ വേറെ പറയാം. പക്ഷേ LGS, 10th ലെവൽ പരീക്ഷകൾ എന്നിവയ്ക്കുള്ള പ്രിലിംസ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രധാന ആവശ്യം എന്ന് പറയുന്നത്. ആ ഒരു പ്രിലിംസ് സമ്പ്രദായം ഡിഗ്രി ലെവലിൽ മാത്രമായി നിലനിർത്തുക. ഡിഗ്രി ലെവൽ പരീക്ഷകൾ അത് നടത്തുന്നതിന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. ദെൻ മൂന്നാമത്തെ കാര്യം, വളരെയധികം അപേക്ഷകരുള്ള സ്റ്റേറ്റ് വൈഡ് പരീക്ഷകളാണെങ്കിൽ കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? കൂടുതൽ പരീക്ഷാ കേന്ദ്രം കണ്ടെത്തി ഒരൊറ്റ ദിവസമായിട്ട് പരീക്ഷ നടത്തുക. ഓക്കെ, അതാണ് നമുക്ക് ഇതിനുള്ള നിർദ്ദേശം. പ്രിലിംസ് ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ദിവസമായിട്ട് പരീക്ഷ നടത്തുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ ശനിയും ഞായറും 2 ദിവസങ്ങളായിട്ട് എക്സാം നടത്തുക. ഇങ്ങനെ 2 ദിവസങ്ങളായിട്ട് എക്സാം നടത്തുമ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യാം, രണ്ടാം ഘട്ടക്കാർക്ക് ഗുണകരമായിട്ട് മാറാം. കാരണം ശനിയാഴ്ചത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ പല യൂട്യൂബേഴ്സും ആപ്പുകളിലുള്ള അധ്യാപകരൊക്കെ അത് അനലൈസ് ചെയ്യും. ഞാൻ അടക്കമുള്ള അധ്യാപകർ അനലൈസ് ചെയ്യും. അപ്പോൾ രണ്ടാം ഘട്ടക്കാർക്ക് സ്വാഭാവികമായിട്ട് ഗുണം ചെയ്യും എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ PSC പരീക്ഷ നടക്കുന്നു, അതിനുശേഷം ചോദ്യപേപ്പർ തിരിച്ചു വാങ്ങുന്നു. ശനിയാഴ്ചത്തെ എക്സാമിനോ തിരിച്ചു വാങ്ങുന്നു, ഞായറാഴ്ചത്തെ എക്സാമിനോ തിരിച്ചു വാങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വൈകുന്നേരം PSC ചോദ്യപേപ്പർ പ്രസിദ്ധീകരിക്കുന്നു, ആൻസർ കീയും പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ഒരു പരിധി വരെ ഈ രണ്ടാം ഘട്ടക്കാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം തടയാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും, ഞാൻ രണ്ടാം ഘട്ടമാണെങ്കിൽ എനിക്ക് ആനുകൂല്യം കിട്ടിയല്ലോ, പക്ഷേ അടുത്ത പരീക്ഷയിൽ നിങ്ങൾ ഒന്നാം ഘട്ടമാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണകരമായി മാറാം, ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായി മാറാം. അപ്പോൾ എല്ലാ ഘട്ടത്തിലും എല്ലാവർക്കും ഒരേപോലെ ആവണമെങ്കിൽ നമുക്കിതായിരിക്കും അവിടെ നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ടാം ഘട്ടക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, ഒന്നാം ഘട്ടത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, മിക്കവാറും അനുബന്ധ വസ്തുതകൾ പലതും രണ്ടാം ഘട്ടത്തിൽ വരാറുണ്ട്. അപ്പോൾ അത് തടയാനും ഒക്കെ നമുക്ക് സാധിക്കും. ആ രീതിയിൽ പരീക്ഷാ പരിഷ്കരണം നടത്തുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. ദെൻ അടുത്ത ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, വിവിധ ഘട്ടങ്ങളായിട്ട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. അവിടെ ചോദ്യപേപ്പർ പല രീതിയിലാവാറുണ്ട്. ചിലപ്പോൾ ഒന്നാമത്തെ ചോദ്യപേപ്പറിൻ്റെ അതേ അച്ചിൽ വാർത്ത പോലെയുള്ള ചോദ്യപേപ്പറുകൾ കിട്ടാറുണ്ട്. ചിലപ്പോൾ 4 പല രീതിയിൽ 4 ഘട്ടമായിട്ടൊക്കെ നടത്തുമ്പോൾ പലതും പല രീതിയിലാവാറുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാവാറുണ്ട്. ചിലർക്ക് വളരെ കടുപ്പമുള്ള കിട്ടും, ചിലർക്ക് വളരെ എളുപ്പമുള്ള കിട്ടും. ഇങ്ങനെ പല രീതിയിൽ ആയി പോവാറുണ്ട്. അപ്പോൾ അവിടെ മാർക്ക് നോർമലൈസേഷൻ PSC നടത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിൽ ഉദ്യോഗാർത്ഥികൾ സംതൃപ്തരല്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഉദ്യോഗാർത്ഥികൾ കിട്ടണം, എങ്ങനെ നടത്തുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു ഫോർമുലയൊക്കെ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പോരാ എന്നുള്ളതാണ്. ഓരോ ഉദ്യോഗാർത്ഥിക്കും എൻ്റെ മാർക്ക് എത്രയാണെന്നും അത് നോർമലൈസേഷന് ശേഷം ഇത്രയായെന്നും എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. അത് ആ വിവരങ്ങൾ കൃത്യമായ സുതാര്യതയോടുകൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. ദെൻ ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവലിന് പ്രിലിംസ് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ നിലവാരം കൂട്ടിയിട്ടുണ്ട്. അത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ SSC, UPSC പോലെയുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യുന്നതിൻ്റെ അളവും നമ്മുടെ കേരളത്തിൽ കൂടുന്ന രീതിയിലേക്ക് അത് ഉദ്യോഗാർത്ഥികളെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ഉള്ളതാണ്. കാരണം എല്ലാത്തിലും നമ്മൾ PSCയെ സർക്കാരിനൊന്നും വിമർശിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, PSC പരീക്ഷകളുടെ പ്രിലിംസ് എന്തായാലും വേണം. അത് നടത്തുന്ന സമയത്ത് വിവിധ ഘട്ടങ്ങൾ തമ്മിലുള്ള ഇടവേള കുറയ്ക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പോൾ ഒന്നാം
ഘട്ടവും ചിലപ്പോൾ 4-5 ഘട്ടങ്ങളൊക്കെ ആയിരിക്കും. 5-ാം ഘട്ടവും തമ്മിൽ 2-3 മാസത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. മിനിമം 2-2.5 മാസത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 1-ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയവനെ സംബന്ധിച്ച് പരീക്ഷ കഴിഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിലുള്ള ആളെ സംബന്ധിച്ച് 2.5 മാസമാണ് അധികം കിട്ടുന്നത്. അതിനിടയിൽ ബാക്കി 5 ഘട്ടമാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ പേപ്പർ വേറെയും കിട്ടുന്നു. ഇതൊക്കെ സമാനതകളുണ്ടാവും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. നോർമലൈസേഷനിൽ ആ ഘടകം പരിഗണിക്കുകയോ ഇല്ലല്ലോ. ഓരോ ചോദ്യവും അതിൻ്റെ നിലവാരമല്ലേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവൻ 5-ാം ഘട്ടത്തിലാണ് എഴുതിയത്, അവൻ ഇത്രയും സമയം കിട്ടിയിട്ടുണ്ടാവും, ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതൊന്നും പരിഗണിക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അത് ചെയ്യണം, വളരെ പെട്ടെന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ക്രമീകരിക്കണം. ശനിയും ഞായറും ഒഴികെ PSCക്ക് പരീക്ഷ നടത്താനുള്ള കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ശനി ഞായറാണെങ്കിൽ അടുത്ത ശനി ഞായറും, അങ്ങനെ 4 ഘട്ടങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരാഴ്ച കൊണ്ട് പരിപാടി തീരും. ആ രീതിയിൽ 4 ഘട്ടങ്ങളായിട്ട് നടത്തണം. അതല്ലാത്ത പക്ഷം പല ഉദ്യോഗാർത്ഥികൾക്കും ദോഷകരമായിട്ട് അത് മാറുന്നുണ്ട്. ദെൻ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകളിൽ 2 പേപ്പർ പരീക്ഷയുണ്ട് അല്ലേ? മെയിൻസിന് 2 പേപ്പർ ഉണ്ട്. അത് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ അറിയില്ല ഏതിനൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കാത്തു നിൽക്കുകയാണ് അവർ, അതിനുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള അറിവില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതെന്ത് ചെയ്യണം? 2 പേപ്പർ പരീക്ഷ എന്നുള്ളത് ഗസറ്റഡ് തസ്തികകൾക്ക് മാത്രമാക്കി മാറ്റുക. ബാക്കിയുള്ളതിനൊക്കെ മെയിൻസ് ഒരൊറ്റ പരീക്ഷയായിട്ട് നടത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന നിർദ്ദേശം. അതായത് മെയിൻസിൻ്റെ സിലബസിൽ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ടോപ്പിക് അതിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക് ആവശ്യമായിട്ടുള്ള തസ്തികകൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ പേപ്പറായിട്ട് നടത്തുക മെയിൻസ് എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. ഗസറ്റഡ് തസ്തികകളിലേക്ക് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ലെവൽ കൂട്ടണം. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 പേപ്പർ പരീക്ഷയൊക്കെ നടത്താം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. ഡിസ്ക്രിപ്റ്റീവ് ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ എല്ലാം ആഗ്രഹം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള പരീക്ഷകളാണ്. കാരണം ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയാലും ഇൻ്റർവ്യൂ ആയാലും ഒക്കെ അവിടെ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലുള്ള ഒരു പേടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ സുതാര്യമാക്കാൻ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക. ദെൻ 7-ാമത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. കാരണം സിലബസ് മാറുമോ എന്നുള്ളൊരു സംശയം. മെയിൻസിന് ഇനി 2 പേപ്പർ ഉണ്ടാകുമോ? ഡിഗ്രി ലെവൽ പരീക്ഷയുടെ കാര്യമാണ്, 2 പേപ്പർ ഉണ്ടാകുമോ എന്നുള്ള സംശയം. ഇങ്ങനെയുള്ള സംശയങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രിലിംസ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ മെയിൻസിന് വളരെ ആത്മവിശ്വാസത്തോടെ ശ്രമിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇതിൻ്റെ സിലബസ് മാറുമോ, 2 പേപ്പർ ഉണ്ടാവുമോ, അല്ലെങ്കിൽ 1 പേപ്പർ തന്നെയാണോ, ഇതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ സമയത്ത് തന്നെ അതിൻ്റെ സിലബസും അതിൻ്റെ പരീക്ഷാ രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതും PSCക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രസിദ്ധീകരിക്കാൻ പറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ തരികയാണെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് ഉദ്യോഗാർത്ഥികൾക്ക് നടത്താൻ പറ്റും. അതെന്തിനാണ് അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞാൽ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കിട്ടുമോ കിട്ടൂല, എത്ര പിറ്റേന്ന് മുതൽ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയമുള്ള സമയത്തോളം നമുക്കത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം പോലും ഉണ്ടാവുന്നില്ല മെയിൻസിന്. അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യാം, മുൻകൂട്ടി പ്രസിദ്ധീകരിക്കുക. ഇതൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ് PSCക്ക്. ഓക്കെ, ദെൻ 8-ാമത്തെ കാര്യം, ചില PSC പരീക്ഷകൾ OMR എക്സാം നടത്താറുണ്ട്, ചിലത് ഓൺലൈൻ എക്സാം നടത്താറുണ്ട്. പൊതുവെ ജനറൽ PSC പരീക്ഷകൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ എന്താണ്, നമുക്കറിയാം OMR പരീക്ഷയാണ്. പക്ഷേ അപേക്ഷകർ കുറഞ്ഞ പരീക്ഷകൾ ചിലപ്പോൾ ഓൺലൈനായിട്ട് നടത്താറുണ്ട്. ഇത് മുൻകൂട്ടി PSC പറയാറില്ല, പറ്റില്ല. കാരണം അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ചാണ്. പക്ഷേ അപേക്ഷകരുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ PSCക്ക് തീരുമാനം എടുക്കാമല്ലോ. അപ്പോൾ അപേക്ഷയുടെ അവസാന തീയതി കഴിഞ്ഞാൽ PSCക്ക് ബോധ്യമാകും ഇതിന് എത്ര പേരുണ്ട്. അപ്പോൾ അത് OMR ആണോ ഓൺലൈൻ ആണോ നടത്തുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ PSC ഉദ്യോഗാർത്ഥികളെ പ്രൊഫൈലിലൂടെ അറിയിക്കുക, അല്ലാതെയുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ നൽകുക എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെയ്തു കൊടുക്കുക. കാരണം ഇപ്പോഴും പല ഉദ്യോഗാർത്ഥികളും സാറേ ഈ എക്സാം ഓൺലൈൻ ആണോ OMR ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കത് വളരെ ആശ്വാസകരമാവും. അതിനനുസരിച്ച് പഠിക്കാൻ പറ്റും. പരീക്ഷ എങ്ങനെയായാലും എന്താ പഠിക്കുകയല്ലേ വേണ്ടി എന്നുള്ള ചോദ്യം ഉണ്ടാവാം. പക്ഷെ അതല്ല, ഓരോ എക്സാമിന് വ്യത്യാസമുണ്ട്, ടൈം മാനേജ്മെൻറ്റ് വ്യത്യാസമുണ്ട്. OMR എക്സാം എഴുതുന്ന പോലെയല്ല ഓൺലൈൻ എക്സാം എഴുതേണ്ടത്. അത് മുൻകൂട്ടി പരിചയപ്പെടണം. പരീക്ഷ ഏത് രീതിയിലാണോ പരീക്ഷ, അത്തരം പരീക്ഷകൾ മുൻകൂട്ടി എഴുതി പരിശീലിച്ച് അതിൽ പെർഫെക്റ്റ് ആകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അല്ലാതെ പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷയിലും പെർഫെക്റ്റ് ആവാനുണ്ട്. അതുകൊണ്ട് ഈ കാര്യവും PSC മുൻകൂട്ടി അറിയിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട സഹായം നൽകേണ്ടതാണ്. അതേപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് VEO തസ്തിക ഒഴിവാക്കി, PSC നിയമനം ഒഴിവാക്കി. ഇനിയിപ്പോൾ ആകെ 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾ ആകെ ഉള്ളത് ഏതൊക്കെയാണ്? ഒന്ന് LDC ഉണ്ട്, ഒന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉണ്ട്, പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ ആകെ 3-4 പരീക്ഷകൾ മാത്രമാണ് ജനറൽ PSC പരീക്ഷകളുള്ളൂ 10ാം ക്ലാസ് യോഗ്യതയിൽ. അതിനിടയിൽ ഇനിയിപ്പോൾ LDCയുടെ യോഗ്യത 10ൽ നിന്ന് +2 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പാവപ്പെട്ട സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന തീരുമാനമാണ്. അതിൽ നിന്ന് സർക്കാരും PSCയും പിന്നോട്ടടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത്
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ചെറുപ്പത്തിലെ പഠനം നിർത്തിയവരുണ്ട്. സർക്കാർ PSC എന്ത് ചെയ്തു? പ്രായം ഉയർത്തിക്കൊടുത്തു, 36 40 ആക്കി. അത് OBC ക്കാണ് 43, SC ക്കാണ് 45. ഈ പ്രായപരിധിയിൽ എത്രയോ ആളുകളുണ്ടാവും അവരുടെ ആ ഒരു നല്ല കാലത്ത് അവർക്ക് 10ാം ക്ലാസ് നിർത്തിയിട്ട് പണിക്ക് പോകേണ്ടി വന്ന ആളുകൾ. അവരുടെ സാധ്യതയാണ് PSC ഇതിലൂടെ നഷ്ടപ്പെടുത്തുന്നത്. PSC അല്ല, സർക്കാരാണ്. പിന്നീട് സ്പെഷ്യൽ റൂളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് PSC നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അതിന് വേണ്ട സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു തീരുമാനം എടുക്കുക, 10ാം ക്ലാസ് തന്നെയാക്കി യോഗ്യത നിലനിർത്തുക എന്നുള്ളതാണ്. ദെൻ ചോദ്യപേപ്പറിൻ്റെ കാര്യമാണ് PSC ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. വളരെ വികലമായിട്ടുള്ള തർജ്ജമ, ട്രാൻസ്ലേഷൻ, തോന്നുന്ന പോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ തെറ്റിക്കുക. അതേപോലെ തന്നെ വളരെ അശ്രദ്ധമായിട്ടുള്ള കൈകാര്യം ചെയ്യലിലൂടെ ചോദ്യപേപ്പർ തയ്യാറാക്കുക. ഇങ്ങനെ മിക്ക PSC പരീക്ഷകളിലും ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റദ്ദാക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നല്ല ആധികാരികമായിട്ടുള്ള സോഴ്സുകളെ ആശ്രയിക്കാത്തത് കൊണ്ട് തോന്നുന്ന രീതിയിൽ ChatGPTയിൽ നിന്നോ ജെമിനിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് കൊണ്ടും വളരെയധികം ചോദ്യങ്ങൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. എനിക്ക് തോന്നുന്നു PSCക്ക് അടുത്ത കാലത്ത് വളരെ അപൂർവം പരീക്ഷകളിൽ മാത്രമാണ് 100 മാർക്കിനുള്ള വാല്യുവേഷൻ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം മിക്ക പേപ്പറിലും എന്ത് ചെയ്യാൻ? ഡിലീറ്റ് ചെയ്യാണ്. ഒന്നെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ട അവസരമാണ്. ചിലപ്പോൾ 5, 10, 15 വരെ ചോദ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് കാര്യക്ഷമമായ രീതിയിൽ പരീക്ഷ നടത്തണമെങ്കിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്നും, ചോദ്യം തയ്യാറാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ആണെങ്കിൽ അത് തയ്യാറാക്കിയവർക്കും അതിന് കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് അതിന് പേടിയും കാര്യവും കൊടുക്കുകയും അങ്ങനെ കാര്യക്ഷമമായിട്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന രീതിയിലേക്ക് PSC മുന്നോട്ട് പോവുകയും ചെയ്യണം. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് എന്താണ്? നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഞാൻ പ്രത്യേക ഒരു പോയിൻ്റായിട്ട് എഴുതി വെച്ച കാര്യമായിരുന്നു. അതായത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് അല്ലേ ഏകദേശം ഇന്നത് ആ സമയത്താണെന്ന് നമുക്കറിയായിരിക്കും. പക്ഷേ അതിനെ 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ഞാനിത് ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്നുള്ള ബോധ്യം വേണം. അല്ലാതെ എത്ര പഠിക്കണമെന്ന് അറിയെങ്കിൽ പോലും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിലിംസ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ മൂല്യനിർണ്ണയം നടത്തിയിട്ട് മെയിൻസ് എഴുതാൻ അർഹരായിട്ടുള്ളവരുടെ ലിസ്റ്റ് എന്ത് ചെയ്യണം? പ്രസിദ്ധീകരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലതാമസം ഉണ്ടാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും PSC തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്. അത് എത്ര മാർക്കായാലും ഉദ്യോഗാർത്ഥികൾക്ക് പേടിയാണ്. നമ്മൾ വിചാരിക്കും ഇത്ര മാർക്ക് കിട്ടിയല്ലോ, പിന്നെ അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്ര കുറവാണെന്നാൽ പിന്നെ അവന് ഇതിൻ്റെ പ്രശ്നം എന്താണ്? വേറെ പരീക്ഷകൾ ഈ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഓക്കെ, ഇതിന് മുന്നേ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇതിന് വേണ്ടി തന്നെ അങ്ങ് പഠിക്കാം. പക്ഷേ ഇതിനിടയിൽ ഇവർക്ക് വേറെ പരീക്ഷ ഉണ്ടാവും. ഇതല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടില്ലെങ്കിൽ എനിക്ക് ഇത് നോക്കാം എന്നുള്ളിടയിൽ ഇതിനിടയിൽ വേറെ പരീക്ഷ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് നടക്കുന്നു. കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞ് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഇതിനിടയിൽ എത്ര പരീക്ഷകൾ ഇനി വേറെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ പറ്റും, ധൈര്യമായിട്ട് തയ്യാറെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലും വളരെ പെട്ടെന്ന് തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി റിസൾട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ PSCക്ക് അറിയാം ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ് അല്ലെങ്കിൽ 1 വർഷമാണ്, ഏതാണോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാലപരിധി എത്രയാണെന്നുള്ള കൃത്യമായിട്ട് PSCക്ക് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 വർഷമാണ് ഇതിൻ്റെ കാലാവധി, ഈ സമയത്ത് കാലാവധി തീരും. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇത്ര സമയം വേണം, ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെങ്കിൽ സമയം വേണം, ഇനി ഇൻ്റർവ്യൂ ഉള്ളതാണെങ്കിൽ ഇൻ്റർവ്യൂവിന് സമയം വേണം. അപ്പോൾ അതിനനുസരിച്ച് എത്ര മുന്നോടിയായിട്ട് ഓരോ പരീക്ഷകളും ഓരോ ഘട്ടങ്ങളും നടത്തണം എന്നുള്ളത് PSCക്ക് അറിയാം. അങ്ങനെ ആവുമ്പോൾ പിന്നെ എന്തുകൊണ്ട് അത് നോട്ടിഫിക്കേഷൻ്റെ കൂടെ പ്രസിദ്ധീകരിച്ചുകൂടാ? നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സമയത്ത് തന്നെ പ്രിലിംസ് ഇന്ന സമയത്ത്, മെയിൻസ് ഇന്ന സമയത്ത്, ഇൻ്റർവ്യൂ ഇന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഉള്ളതാണെങ്കിൽ ഇൻ്റർവ്യൂ ഇന്ന സമയത്ത് എന്നുള്ളത് ആ ഒരു കലണ്ടറിൻ്റെ ഭാഗമായിട്ട്, നോട്ടിഫിക്കേഷൻ്റെ കൂടെ, കലണ്ടറിൻ്റെ ഭാഗമായിട്ടല്ല നോട്ടിഫിക്കേഷൻ്റെ കൂടെ എങ്കിലും മിനിമം കൊടുക്കണം. മുൻകൂട്ടി കൊടുക്കുന്ന കലണ്ടർ എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് കലണ്ടറാണ്, അതിൽ നിന്നൊന്നും ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ നോട്ടിഫിക്കേഷൻ്റെ സമയത്തെങ്കിലും അത് കൃത്യമായിട്ട് കൊടുക്കാൻ PSC ശ്രദ്ധിക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നടപ്പാക്കാവുന്ന കാര്യമാണ്. ദെൻ 13ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂയുടെ കാര്യമാണ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, എബിലിറ്റി, അതേപോലെ തന്നെ തീരുമാനം എടുക്കാനുള്ള കഴിവ്, ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ള കഴിവ് അളക്കാൻ, നേതൃത്വ ഗുണം അളക്കാൻ, ഇതിനൊക്കെയാണ് ഇൻ്റർവ്യൂ പ്രധാനമായിട്ടും ഒരാൾ വിലയിരുത്തുന്നത്, ഇൻ്റർവ്യൂയിലൂടെ വിലയിരുത്തുന്നത്. അങ്ങനെ അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ഇടപെടാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തസ്തികകൾക്ക് മാത്രമായിട്ട് എന്ത് വെക്കുക എന്നുള്ളതാണ്, ഇൻ്റർവ്യൂ വെക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള തസ്തികകൾക്കെല്ലാം ഇൻ്റർവ്യൂ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് PSC ഉദ്യോഗാർത്ഥികളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. കാരണം അത് PSCയെ സംശയത്തിൻ്റെ നേരിൽ നിർത്തുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്ത് ഞാൻ പുറത്താവുമോ എന്നുള്ള പേടി, കാരണം അവരുടെ അനുഭവത്തിൽ ചില കാര്യങ്ങൾ കേൾക്കുന്നു. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള തസ്തികകൾക്ക് മാത്രം
ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട തസ്തികകൾക്ക് മാത്രം ഇൻ്റർവ്യൂ വെക്കുക, അല്ലാത്തതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം ഒഴിവാക്കി കൊടുത്തേക്കുക. അതാണ് ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത്. ഇനി ഇൻ്റർവ്യൂ നടത്തുന്ന തസ്തികകളാണെങ്കിൽ തന്നെ പലതും പല രീതിയിലാണ്. കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ 20 മാർക്കിലാണ്. പക്ഷേ ചില പരീക്ഷകൾക്ക് അത് 50 മാർക്കിലും 100 മാർക്കിലും 200 മാർക്കിലും അങ്ങനെ പല രീതിയിലാണ് PSC നടത്തുന്നത്. മാർക്കിൻ്റെ അളവ് കൂടുന്തോറും അവിടെ എഴുത്തു പരീക്ഷയിലെ മാർക്ക്, ഉന്നത മാർക്ക് നേടിയ ആളുകൾ പോലും പിറകിലാവുന്ന രീതിയിൽ ഇൻ്റർവ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഇൻ്റർവ്യൂവിലുള്ള മാർക്ക് കൊടുക്കുന്നതനുസരിച്ച് മാറുന്നുണ്ട്. ഇത് യഥാർത്ഥ രീതിയിലുള്ള മാറ്റമാണെങ്കിൽ ഓക്കെ, കാരണം അയാളുടെ അത്രയും കഴിവ് ഇവിടെ ആ ഒരു എഴുത്തു പരീക്ഷയിലെ വിവരങ്ങളെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇൻ്റർവ്യൂവിൽ അയാൾ കാണിക്കുന്ന ആ നേതൃപാടവത്തിനും കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിക്കും തീരുമാനമെടുക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനാണെങ്കിൽ അത്തരം തസ്തികകളിൽ ഓക്കെ മാർക്ക് കൂട്ടാം. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണ്? ഇതിന് സുതാര്യതയില്ല. ഇതെന്ത് ചെയ്യാൻ പറ്റും? വളരെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. 200 മാർക്കിൻ്റെ ഒക്കെ നടത്തുമ്പോൾ എഴുത്തു പരീക്ഷ ടോപ്പ് മാർക്ക് നേടാനോ എവിടെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വേണ്ട രീതിയിൽ ആളുകളെ തിരികെ കയറ്റാനൊക്കെ സാധിക്കും എന്നുള്ള ചിന്ത ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാർക്ക് ഏകീകരിച്ച് ഒരു 20 മാർക്കിന് മാത്രമുള്ള ഇൻ്റർവ്യൂ ആക്കി ചുരുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ PSCയുടെ ഒരു ഇമേജിനെയും കോട്ടം തട്ടാതെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം അത് വളരെയധികം ആക്ഷേപങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. PSCക്കെതിരെയുള്ള ഏറ്റവും വലിയ മുറവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചുകൂടെ സുതാര്യമാക്കാനുള്ളൊരു നിർദ്ദേശമാണ് അടുത്തത്. ഇൻ്റർവ്യൂവിന് CCTV റെക്കോർഡിംഗ് തത്സമയം റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫൈനൽ മാർക്ക്, ഒരു ഉദ്യോഗാർത്ഥിയുടെ ഫൈനൽ മാർക്ക് ആ പാനലിൽ എത്ര പേരുണ്ടോ അവരിട്ട മാർക്കിൻ്റെ ആവറേജ് ആയിട്ട് കണക്കാക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരാളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മാക്സിമം മാർക്ക് ഇടുന്നതിലൂടെ ഗുണമുണ്ടാവുന്ന അവസ്ഥ തടയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇട്ട മാർക്കിൻ്റെ ആവറേജ് മാർക്കാക്കി മാറ്റുക. അതേപോലെ തന്നെ ഒരൊറ്റ ബോർഡ് ആയിട്ട് നടത്താതെ പല കൂടുതൽ ഇൻ്റർവ്യൂ ബോർഡുകൾ വെച്ചിട്ട് നടത്തുക എന്നുള്ളതാണ്. അല്ല, ഒരൊറ്റ ബോർഡ് മാത്രമാണെങ്കിൽ ആ ബോർഡ് ഇന്ന ബോർഡിലാണ് ഇന്ന ഉദ്യോഗാർത്ഥി. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും മുൻകൂട്ടി സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ തന്നെ വരുന്നു, അത് കൂടുതൽ മാർക്ക് ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഇൻ്റർവ്യൂ ബോർഡുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും നിശ്ചിത സമയം പാലിക്കാനുള്ളതാണ്. ഞാൻ പല PSCയുടെ ഇൻ്റർവ്യൂവിലും പങ്കെടുത്തിട്ടുണ്ട്. LP UP പങ്കെടുത്തിട്ടുണ്ട്, ബ്ലോക്ക് സെക്രട്ടറി പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ ഇൻ്റർവ്യൂകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ചില ഇൻ്റർവ്യൂകളിൽ 15 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. ചില ഇൻ്റർവ്യൂ, അതായത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഉണ്ടാവും. അവസാനം ഒരു ഭക്ഷണ സമയത്താകുമ്പോൾ പെട്ടെന്ന് നമ്മളെങ്ങോട്ട് കയറ്റുക, ഒന്നോ രണ്ടോ ചോദ്യം ചോദിച്ചിട്ട് വിട്ടേക്കും. അത് പറ്റില്ല. എല്ലാവർക്കും നിശ്ചിത സമയം കൃത്യമായിട്ട് ഒരേ രീതിയിൽ സമയം ക്രമീകരിച്ച് നടത്തുക എന്നുള്ളതാണ്. ദെൻ PSCയിലേക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, ചില ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പ്രൊമോഷൻ സാധ്യതയുള്ളതായിരിക്കും, ചിലത് എന്തായിരിക്കും ഒരു സാധ്യതയും ഇല്ലാത്തതായിരിക്കും. ചിലപ്പോൾ 1ാം റാങ്കുകാരന് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തല്ലിപ്പൊളി ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിറകിലുള്ള ആൾക്കായിരിക്കും ചിലപ്പം ഭാവിയിൽ നല്ല ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പം വിഷയമായിരിക്കില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു ജോലി എന്നാ അല്ലേ, വേറെ ജോലിയൊന്നും ഇല്ലാത്തവൻ. പക്ഷെ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നവരെല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നവരല്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. കാരണം വേറെ ആശ്രയമില്ല, ഈ ഒരു തസ്തികയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇതിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതേ റാങ്ക് ലിസ്റ്റിൽ തന്നെ മറ്റു പരീക്ഷകളൊക്കെ എഴുതി കഴിവ് തെളിയിച്ച് അവിടെയും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ചത് കിട്ടുക എന്നുള്ളതാണ് ചിന്ത. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും. തുടക്കക്കാരാണ് ഇതൊന്നും അറിയാതെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുക. കയറി കഴിഞ്ഞതിന് ശേഷമാണ് അവർ മാറി ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചിന്ത നമുക്ക് ആദ്യം വേണം. അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു, LDC റാങ്ക് ലിസ്റ്റിൽ വന്നു, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഒഴിവ്. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റണം. ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുക സാധ്യത, ആദ്യ റാങ്കുകളൊക്കെ നിൽക്കുന്നവർക്ക് വേറെയും റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാകും, കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഏറ്റവും മികച്ചത് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഗുണകരമായിട്ട് മാറും. എനിക്ക് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട എന്ന് എഴുതി കൊടുക്കാൻ പറ്റണം. മൊത്തമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട എന്ന് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാൻ പറ്റണം. പ്രയോറിറ്റി ലിസ്റ്റ് ആകുമ്പോൾ PSCയുടെ പണി കൂടും. ഓക്കെ, വേണ്ടാത്തതെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതിലേക്ക് പരിഗണിക്കപ്പെടുന്ന അവസ്ഥ വരില്ല. ഇതിലേക്ക് പരിഗണിക്കപ്പെടാത്ത അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മികച്ച റാങ്ക് നേടിയ ആളാണ്, അവന് നല്ല ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പിറകിലോട്ടുള്ള ആളുകൾക്കും അത് ഗുണകരമാണ്. എന്താ ഗുണം? അതായത് ഇയാൾക്ക് കിട്ടുന്നത് മോശം ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അയാൾ അതിൽ ജോയിൻ ചെയ്യുന്നില്ല, NJD ആവുന്നു, അതിനുള്ള സമയം നഷ്ടമാവുന്നു. അതേസമയം ഇയാൾ ആദ്യം ഈ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ അയാൾ ഈ ഒഴിവിലേക്ക് പരിഗണിക്കുന്നില്ലല്ലോ. അപ്പോൾ ആടെ ഒരു കാലതാമസം കൂടി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പിറകിലോട്ടുള്ള ഏതെങ്കിലും ഒരു ജോലി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്കത് കിട്ടുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെ ഗുണകരമായിട്ട് അത് മാറും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒപ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഭാവിയിൽ PSC കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ദെൻ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് PSCയുടെ ഇത്രയും നെഗറ്റീവ് ഇമേജ് വരാനുള്ള കാരണം റാങ്ക് ലിസ്റ്റ് വരുന്നു. സ്വാഭാവികമായിട്ടും ഉൾപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിയമനം കിട്ടില്ല. നമുക്കറിയാം, ആ ഒരു കാലപരിധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്ക് മാത്രമേ നിയമനം കിട്ടുള്ളൂ. പക്ഷേ ഇത് കാലാകാലങ്ങളിൽ ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴായാലും PSC ഇതിന് കുറ്റം കേട്ടുകൊണ്ടിരിക്കുകയാണ്, സർക്കാർ കുറ്റം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് രാഷ്ട്രീയം എന്നില്ല. ഞാനിപ്പോൾ ഒന്നും പറയുന്ന കാര്യങ്ങളൊന്നും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. LDF ആയാലും UDF ആയാലും ഈ കാര്യത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ തെറിവിളി കേൾക്കേണ്ടി വരും. കാരണം എന്താ, എല്ലാവർക്കും നിയമനം കിട്ടില്ല. പലവിധ സമര രീതികളുണ്ടാവും, ഇമേജ് മാറും, സർക്കാരിൻ്റെയും PSCയുടെയും ഇമേജ് മാറും. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നവരും ഉണ്ടാവും. എന്തിനേറെ പറയുന്നു, അധ്യാപകരുടെ കൂട്ടത്തിലുണ്ടാവും, യൂട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാവും എന്ത് രാഷ്ട്രീയ ചിന്ത ഇന്നതാണ്. അപ്പോൾ ഇന്ന കാലഘട്ടത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ശരിയായിരിക്കും. ആ സമയത്തും ആണ് മനസ്സിലാവുക അന്നാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുണ്ട്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി വിചാരിക്കുകയാണ് എനിക്ക് ജോലി ഉറപ്പാണെന്ന്. അങ്ങനെയുള്ള ചിന്തയല്ല. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിറ്റേ ദിവസം മുതൽ പഠിക്കുന്നില്ല, അടുത്ത പരീക്ഷ നോക്കുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ കിട്ടാതെ ആവുമ്പോൾ ഡിപ്രഷനിലേക്ക് പോവുകയാണ്, അല്ലേ? ഒരു PSCയുടെ ഒരു അതിനെ താറടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം മാറിപ്പോവുകയാണ്. അയാൾ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അയാൾ കിട്ടിയില്ല, അയാൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി ഏകദേശം 3 വർഷ കാലയളവ് ഇത്രയും ഒഴിവുകൾ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത്രമാത്രം എണ്ണത്തിൽ PSC റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവരണം. അതിന് നമ്മളും അനുകൂലമല്ല, നിങ്ങളാരും സപ്പോർട്ട് ചെയ്യില്ല. ഒഴിവുകൾ മുൻകൂട്ടി കണക്കാക്കുന്നു, 100 ഒഴിവ്. ആ 100 ഒഴിവിലേക്ക് മാത്രം പരീക്ഷ നടത്തുന്നു, 100 പേരെ നിയമിക്കുന്നു, റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നു. അങ്ങനെ ആകുമ്പോൾ ഉദ്യോഗാർത്ഥികളും ചിലപ്പോൾ പറയും എന്തായാലും പോരാ, അതുപോരാ, ചിലപ്പോൾ ഇനി ഒഴിവ് വന്നാലോ എന്നൊക്കെ ഉള്ളത്. അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് PSCയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇവിടെ 3 വർഷം വരാൻ സാധ്യതയുള്ള ഒഴിവ് ഏകദേശം ഒരു 100ഓളം ഒഴിവേ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് മെയിൻ ആൻഡ് അഡീഷണൽ എന്നുള്ള രീതിയിലാക്കുക റാങ്ക് ലിസ്റ്റിനെ. അപ്പോൾ ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ഒഴിവുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നു. രണ്ടാമതൊരു അഡീഷണൽ ലിസ്റ്റ് കൂടെ ഇതിൻ്റെ. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ പെട്ടാലും അവന് ബോധ്യമാവുകയാണ്, ഞാൻ ഈ മെയിൻ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ പോലും ഞാൻ അഡീഷണൽ രണ്ടാമത്തെ ലിസ്റ്റിലാണ്, അതുകൊണ്ട് ചിലപ്പോഴേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റും, പിറ്റേന്ന് മുതൽ തൊട്ടടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് നോക്കാൻ പറ്റും. അതല്ലാതെ അവൻ ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. എന്ത് ചെയ്യാണ്, പിന്നീട് കിട്ടാതെ ആവുമ്പോൾ സമരത്തിന് പോവുകയാണ്, സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്, PSCയെ കുറ്റപ്പെടുത്തുകയാണ്, അവൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വിഷമവും ഒഴിവാക്കാൻ പറ്റും, PSCക്ക് ഉണ്ടാവുന്ന സർക്കാരിനുണ്ടാവുന്ന നെഗറ്റീവ് ഇമേജും ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയാക്കിയാൽ ഒരു പരിധി വരെ അവിടെ സഹായകരമായിട്ട് മാറും. അതായത് മെയിൻ ലിസ്റ്റ്, സപ്ലി ലിസ്റ്റ്, ആ സംവിധാനം ഉണ്ടല്ലോ, ആ മെയിൻ ലിസ്റ്റ് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെ 2 ആക്കി മാറ്റുക, പിന്നെ സപ്ലി ലിസ്റ്റുകൾ വേറെയും. അപ്പോൾ അങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു മാറ്റം, സൈക്കോളജിക്കലി ആയിട്ടുള്ള ഒരു മാറ്റം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ആളുകൾക്ക് ഒഴിവുകൾക്കനുസരിച്ചുള്ള നിയമനം അവിടെ നടത്താൻ പറ്റും. ഓക്കെ, ദെൻ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ആ ഒരു ഇതിലേക്ക് വേറെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പരിഹരിക്കാനുള്ള വേറൊരു മാർഗ്ഗമാണ്. അതായത് ഏകദേശം 3 വർഷത്തെ കാലയളവിൽ ഇത്രത്തോളം ഒഴിവുകൾ വരും, ഏകദേശം ഒരു 200ഓളം ഒഴിവുകളാണ് വരിക. ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇനിയുള്ള ഒരു 200 ഒഴിവുകളിലേക്ക് ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് നിയമനം നടക്കേണ്ടത്, റൊട്ടേഷൻ ചാർട്ട് മാത്രമേ ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ, PSC കൊടുത്തിട്ടുള്ളൂ. ഈ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, ആ റൊട്ടേഷൻ ചാർട്ട് വെച്ചിട്ട് ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അല്ലേ ഇന്ന സമയത്ത് കിട്ടും, ഇത്ര ഒഴിവ് വന്നാൽ എനിക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതിന് പകരം PSCയുടെ സൈറ്റിൽ തന്നെ ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് ആ തസ്തികയുടെ ഇനി അങ്ങോട്ടേക്കുള്ള നിയമനത്തിൻ്റെ രീതികൾ അത് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലോഡ് ചെയ്യാൻ പറ്റണം. അതായത് അടുത്ത നിയമനം ഇന്നവർക്കാണ്, OC ആണ്, OBC ടേൺ ആണ്, SC ടേൺ ആണ്, ആ രീതിയിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് ഏകദേശം എത്ര നിയമനം കിട്ടിയാൽ. റാങ്ക് ചിലപ്പോൾ 50 ആയിരിക്കും, പക്ഷേ അയാൾക്ക് നിയമനം കിട്ടണമെങ്കിൽ 100-150 ഒഴിവ് വേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥകളില്ലേ, കാരണം ഇവിടെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഒരു റൊട്ടേഷൻ ചാർട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മനസ്സിലാവും ഏകദേശം ഇത്രത്തോളം ഒഴിവ് വന്നാലേ എനിക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം. അത് 2 രീതിയിൽ ഉദ്യോഗാർത്ഥികൾ ഗുണകരമാവും. ഒന്ന്, എത്രത്തോളം ഞാൻ പ്രതീക്ഷ അർപ്പിക്കണം എന്നുള്ള കാര്യത്തിലും, ദെൻ ഞാൻ ഇനി പഠിക്കേണ്ടതുണ്ടോ, മറ്റു പരീക്ഷകൾക്ക് എത്രത്തോളം നന്നായിട്ട് നോക്കണം എന്നുള്ള കാര്യവും ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ PSCയുടെ സുതാര്യതയും വർദ്ധിപ്പിക്കാൻ പറ്റും, ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളും മാനിച്ചു എന്നുള്ള രീതിയിൽ ഒരു അനുകൂല മനോഭാവം PSCയോടും സർക്കാരിനോടും ഉണ്ടാവുന്നൊരു അവസ്ഥയും കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ വളരെയധികം കാര്യങ്ങൾ PSCയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളിൽ
നിങ്ങൾക്ക് അനുഭവപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ഇതിൽ നിങ്ങളെ ബാധിച്ച കാര്യം എത്രാമത്തെ കാര്യമാണ്, ഏത് കാര്യമാണെന്നും അത് നിങ്ങൾ ഏത് രീതിയിൽ ബാധിച്ചു എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ PSCയുടെ ശ്രദ്ധയിലേക്ക് എത്തണം, വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് എത്തണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഉദ്യോഗാർത്ഥികളിലേക്കും ഷെയർ ചെയ്യുക, ബന്ധപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക, ബന്ധപ്പെട്ടവരെ ടാഗ് ചെയ്യുക. ഓക്കെ. സർക്കാരിലെയും PSCയിലെയും ഇത് ശ്രദ്ധിക്കേണ്ട ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക, അവരെ ടാഗ് ചെയ്യുക, മാക്സിമം ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഗുണകരമാവുന്ന തീരുമാനങ്ങൾ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിൽ കുറച്ചെങ്കിലും ഏതെങ്കിലും മാറ്റങ്ങൾ തന്നെ PSC കൊണ്ടുവന്നാൽ നമുക്ക് എത്ര കണ്ട് ഗുണകരമാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയും കാലത്തെ എൻ്റെ ഒരു അനുഭവ സമ്പത്തിൽ ഞാൻ നേരിട്ടതും അതേപോലെ തന്നെ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നേരിട്ടതുമായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത്രയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഭാവിയിൽ നടപ്പിലാകുമെന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുമെന്നും നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ ഷെയറോടുകൂടി ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ പരമാവധി കമൻറ്റുകൾ ചെയ്യുക. അതിനനുസരിച്ചാണ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നതും. അതുകൊണ്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക. നമുക്കെല്ലാം ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും ഇതിൽ നിന്ന് വരുമെന്നും ഇതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അത്തരം നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.